ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 29-ാം തീയതിയാണ്. ഇന്നാണ് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഓണം സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നവരേക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ ഒരു മഴക്കാറ് വരുന്നൊരു കാഴ്ച കണ്ടതോടെ എക്സൈറ്റ്മെൻറ്റ് നേരെ ഒരു ടെൻഷനായിട്ടാണ് മാറിയത്. നേരത്തെ സാരിയൊക്കെ കൊടുത്ത് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ട് ചായയും ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നേ. മക്കളെ പോയി നോക്കിയപ്പോഴത്തേക്കും ഉമ്മച്ചി അവിടെ ഇടിയപ്പത്തിന് മാവ് കിണ്ടുന്നു. പിന്നെ കിഴങ്ങറിക്കുള്ളതെല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ടായിരുന്നു. ഐദും ഫൈസാനും നല്ല ഉറക്കമാണ്. ഇത് ഞാൻ പോകുന്നതിന് മുമ്പ് എഴുന്നേൽക്കുവാന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ പോയിട്ട് എൻ്റെ മുഖത്ത് എന്തുവായിരുന്നു ഇതിൻ്റെ പേര്, എന്തോ ഒരു സാധനം, ഓറഞ്ചിൻ്റെ പീൽ ഓഫ് മാസ്ക് ആയിരുന്നേ. പൊന്നോ, ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല. മൂക്കിലോട്ട് തുളച്ച് കയറുന്ന മണമായിരുന്നു. ഇത് കൂടുതലാകുമ്പോൾ നമുക്ക് എന്തോ എരിയുന്ന കണക്കൊക്കെ തോന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് ഇട്ടപ്പോഴത്തേക്കും ഒരു മണ്ടത്തരം പറ്റി. ഇതാണെങ്കിൽ നല്ല നൈസായിട്ടേ ഇടാവുള്ളൂ. ഞാൻ നല്ല കട്ടിക്ക് വാരിപ്പോത്തി നല്ല കട്ടിക്ക് ഇരുന്നോട്ടെന്ന് കരുതിയിട്ട്, പക്ഷേ ഇത് വലിച്ചിട്ട് വരുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ കഴുകിയാണ് എടുത്തത്. എന്തായാലും നല്ല ഒരു ഗ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകി കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഉമ്മച്ചി ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഐദൂസ് എഴുന്നേറ്റിട്ട് ഇക്കാക്കാനെ വിളിച്ച് പൊക്കുവാണേ. പക്ഷേ ഇക്കാക്ക നല്ല ഉറക്കത്തിലാണ്, അവൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അങ്ങനെ ദേ 9 മണിക്ക് കൃത്യം ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് 9:30 9:45 ആയപ്പോഴത്തേക്കുമാണ് ഇറങ്ങാൻ പറ്റിയത്. ഇത് ടാറ്റാ ടാറ്റാന്നേ. മഴയാണെങ്കിൽ ഇപ്പം പെയ്യും പെയ്യത്തില്ല എന്ന് പറഞ്ഞുള്ള നിപ്പാണ്. എന്താവും മഴ എന്നെ ചതിച്ച് ഗൈസ്. നല്ല അടിപൊളി മഴ. ഈ സാരി എല്ലാം ഉടുത്തിട്ട് അയ്യോ, നല്ല അടിപൊളി മഴ. മഴ കൂടിക്കൂടി വരുന്നല്ലാതെ കുറയുന്നില്ല. രാവിലെ ആ മഴക്കാരൊക്കെ കണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എന്തായാലും മഴ പെയ്യത്തില്ല അങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ മഴ ചതിച്ച് ഗൈസ്. വല്ലച്ചാലും ഏന്തിയും വലിഞ്ഞും ബസ്സിലൊക്കെ കയറി ഞാൻ ദേ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ പാടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നേ. അവസാനമല്ലോ നമുക്ക് മുഖ്യം. ഇത്രയൊക്കെ ഒരുങ്ങി വന്നേലേ, ഫോട്ടോ എടുക്കാതൊക്കെ എങ്ങനെ പോകാനാ. നമ്മളവിടെ ചെന്ന് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു കോലമാകും. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വലിഞ്ഞു കയറുവാണ് മുകളിലോട്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. 10 മണിക്ക് പരിപാടി തുടങ്ങേണ്ടതാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് തന്നെ അത്തപ്പൂക്കളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഹൈറ്റൊക്കെ ആയിട്ട് നല്ല ആർട്ടിഫിഷ്യൽ അത്തപ്പൂക്കളമൊക്കെയാണ്. പിന്നെ ക്ലാസ്സും കുറച്ചൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എത്താൻ നേരം വൈകിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നേ. നല്ല തിരുവാതിരയും ഫ്യൂഷൻ ഡാൻസും പിന്നെ പാട്ട്, പിന്നെ അങ്ങനത്തെ പോലത്തെ കുറേ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ കുറേ ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് കളിച്ച ഡാൻസ്. വൻ ഫ്ലോപ്പായിരുന്നു. ഇടയ്ക്ക് വെച്ച് സാരിയൊക്കെ അഴിഞ്ഞൊക്കെ പോയി. അടിപൊളി കോമഡിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു താഴെ. ഇത് നമ്മുടെ 3-ാം നിലയിലാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അങ്ങനെ താഴെ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ കയറ്റി 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 ഫുഡൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു സദ്യയൊക്കെ തന്നെ ആയിരുന്നേ. അങ്ങനെ ദേ കറികളും സാമ്പാറും എല്ലാം കൂട്ടി നല്ല അടിപൊളി ഒരു പിടി പിടിച്ചു. ഒരു പെട്ടെന്ന് തന്നെ തീർത്തിട്ട് പായസത്തിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ പെട്ടെന്ന് തീർത്ത് പപ്പടവും പഴമൊക്കെ തന്നെ ഇങ്ങനെ നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തോട്ട് പായസം ഒഴിച്ചാൽ മതി. അങ്ങനെ പായസമൊക്കെ ഒഴിച്ച് ആദ്യം വെള്ളപ്പായസമാണ് ഞാൻ ഒഴിച്ചത്. അങ്ങനെ അത് കഴിച്ചിട്ട് ഇതേ കറുത്ത പായസം കിട്ടി. അങ്ങനെ അതും കഴിച്ചു. എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അവൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ലിപ്സ്റ്റിക് ഇടുവാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല മത്തടിച്ച് കിറങ്ങി കുറേ നേരം ഒരു 1/4 മണിക്കൂറോളം അങ്ങനെ മാറി ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഗെയിംസ് പരിപാടികളൊക്കെ സ്റ്റാർട്ടായി. സുന്ദരിക്ക് പൊട്ട് തൊടൽ എല്ലാം നാക്കുടക്കമാണ്. സുന്ദരിക്ക് പൊട്ട് തൊടലാണ് ഇപ്പം നടക്കുന്നത്. തൊട്ട പൊട്ട് സുന്ദരിയുടെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ലായിരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കസേരകളിയാണ്. കസേരകളിയുടെ ഒരു 4-ാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ ഔട്ടായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ തൊപ്പി കൈമാറ്റം ഉണ്ടായിരുന്നേ. കൈമാറ്റം നല്ല ഫണ്ണായിരുന്നു. നല്ല വാശിയേറിയ അടിപൊളി ഒരു കളിയായിരുന്നത്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കോമഡി ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നടക്കുന്നതിൻ്റെ സമ്മാനദാനമാണ്. പഴമാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സമ്മാനമെല്ലാം എല്ലാവർക്കും കിട്ടി ബോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് വേണമല്ലോ. അതിനായിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല അർമാദിച്ച് തുള്ളി മറിച്ചു. അപ്പോൾ ഈ ഡാൻസൊക്കെ ഇട്ട് തുള്ളുമ്പോഴും പുറത്ത് നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എങ്ങനെ വീട്ടിൽ പോകും ഈ സാരിയൊക്കെ കൊടുത്തുകൊണ്ടെന്നാണ്. അങ്ങനെ നമ്മുടെ ഡാൻസും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി മഴ കുറഞ്ഞ സമയത്തേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.